പ്രിയപ്പെട്ട യാക്കോബായ സഹോദരങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, മുകളിലുള്ള പല മെസ്സേജുകളും കാണുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെയോ BJPക്ക് വോട്ട് പിടിക്കാൻ പോവുകയാണോ, യാക്കോബായക്കാര് കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ പോവുകയാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പിടിക്കാൻ പോവുകയാണോ? ഇങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. ശ്രീമാൻ സാബു ജേക്കബ് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് സാബു ജേക്കബിനോട് ഒരു കടപ്പാടുമില്ല. ഞാൻ സാജു ജേക്കബിനെ അറിയുന്ന ആളുമല്ല. കിറ്റക്സിന്റെ ഓണറാണെന്നുള്ളവർ എനിക്കറിയാം. അത് വിട്ടുള്ള കച്ചവടമൊന്നും എനിക്കറിയില്ല. ഇനി എൻ്റെ രാഷ്ട്രീയവും പറയാം. ഞാൻ ഒരു പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മെമ്പറാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാബു ജേക്കബ് എന്ന് പറയുന്ന ആള് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ചിലപ്പോൾ BJPക്ക് വോട്ട് കിട്ടാനായിരിക്കാം. ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ലാന്നേ, ചിലപ്പോൾ ആയിരിക്കാം. ഇവിടെ യാക്കോബായക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആവശ്യം? ആ വഴിക്ക് എന്തുകൊണ്ട് ആൾക്കാർ ചിന്തിക്കുന്നില്ല? യാക്കോബായക്കാരൻ എന്താ ആവശ്യം? അവന്റെ വിഷയങ്ങൾ അവസാനിപ്പിച്ച് കിട്ടണം. അതിനിപ്പോ ഒരു തടസ്സം പറയണത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് പോലും. എന്നാ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരൊത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് പോകൂല എന്നുണ്ടോ? ചുമ്മാ അങ്ങനെയൊക്കെ ചുമ്മാ വെറുതെ അങ്ങടെ ഒന്നും അല്ലാതെ ആക്കുന്ന രീതികള്, അറക്കണതിന് മുമ്പ് പിടയ്ക്കുന്ന പരിപാടികള്, അത് അത്ര ശരിയല്ല. അറുത്ത് കഴിഞ്ഞിട്ട് പിടയ്ക്കോന്നേ, പിടയ്ക്കാനുള്ള സമയമുണ്ടല്ലോ. അറുത്ത് കഴിയുക, അറക്കട്ടെ, അറുത്ത് കഴിഞ്ഞിട്ട് പിടയ്ക്കുക. ചുമ്മാ നമ്മള് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തില് കിറ്റക്സിന്റെ ഓണറോട് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അത് ഈ വേദിയിൽ നമ്മൾ പറയണ്ട, അത് മറ്റു വേദിയിൽ എന്തെങ്കിലും പറയുന്നേ. പലർക്കും കിറ്റക്സിലെ ശ്രീമാൻ സാബു ജേക്കബ് ഏതെങ്കിലും തരത്തിൽ ഉയർന്നു പോയെങ്കിലോ, ആ പുള്ളി അല്ലെങ്കിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അയാള് വ്യവസായി, കച്ചവടക്കാരനല്ല അയാള്. പലരും ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിറ്റക്സിന്റെ ഓണറൊക്കെ എന്ന് പറയുന്നത് കച്ചവടക്കാരനാണെന്നാണ് ധരിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. കച്ചവടവും വ്യവസായവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അതാണ് ഇതിന്റെ പൂർണ്ണമായ കാരണം. കച്ചവടക്കാരന് പല കാഴ്ചപ്പാടുകളുണ്ടാവും, അവന് ലാഭം ഉണ്ടാക്കാനുള്ള പണികൾ ചെയ്യും. അത് നമ്മുടെ കച്ചവട പരിപാടിയാണ്. നമ്മുടെ പുത്തൻകുരിശ് ലോബികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടം. ഇത് വ്യവസായത്തിന്റെ ഓണർ നടത്തുന്ന പരിപാടികള് അതിന്റെ അടിവേര് വരെ ചെല്ലും, ജയിച്ചാലും തോറ്റാലും. വെറുതെ കിടന്ന് അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കുന്ന ഒരു രീതി അത്ര ശരിയല്ല. അതേ എനിക്ക് പറയാനുള്ളൂ. അയാളെന്തെങ്കിലും ചെയ്യാനായിട്ട് പരിശുദ്ധ പാത്രിക്കീസ് ബാവ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട്. മറ്റേ ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇവിടുത്തെ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ അയാൾ പെട്ടെന്ന് തന്നെ ഇവിടെ മടങ്ങിയെത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് കുഴപ്പം? ചർച്ച നടക്കട്ടെ. ചർച്ച പ്രയോജനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിഷമിക്കാനൊന്നുമില്ല. ആകെ വിഷമമുള്ളത് രണ്ട് കൂട്ടർക്കേ ഉള്ളൂ. അത് ആരൊക്കെയാന്ന് പറയാം, അപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ചർച്ച പുരോഗമിച്ച് ചർച്ച ജയിച്ചാൽ, കണ്ടീഷണൽ ക്ലോസിലാട്ടോ ഞാൻ പറയണം, ജയിക്കുമെന്നോ ജയിക്കില്ല എന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതിൻ്റെ ഒന്നും ആളല്ല. ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ചർച്ച ജയിച്ചാൽ രണ്ടു പേർക്കാണ് വിഷമമുള്ളത്, രണ്ട് കൂട്ടർക്ക്. ഒന്ന്, പുത്തൻകുരിശ് പാത്രിക്ക സെന്ററിലുള്ള പാത്രിക്ക ലോബികൾക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാവും. അത് ആരൊക്കെയാണെന്ന് ഞാനിവിടെ പറഞ്ഞില്ല. പാത്രിക്കീസ് ലോബികള് എന്ന് തന്നെ പറഞ്ഞോളൂ. രണ്ട്, മറ്റേ നമ്മുടെ ലാടൻ മത്തായി ഗ്രൂപ്പിന്റെ കുറെ തീറ്റക്കാരുണ്ട്, അവർക്ക് വിഷമം ഉണ്ടാവും. ഈ രണ്ട് പേർക്കല്ലാതെ ഒരു യാക്കോബായക്കാരനും ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കുറെ തീറ്റക്കാരും കുറെ അവരാധിക്കാൻ നടക്കുന്ന കുറെ ആളുകള് യാക്കോബായ സഭയിൽ കുറച്ച് കൂടുതൽ കയറിയിട്ടുണ്ട്. അവിടെ പള്ളി ഒറ്റ കൊടുക്കാനും ചതിക്കാനും ട്രസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഉള്ള മുതൽ തട്ടിയെടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. സഭയുടെ കോളേജ്
കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, സഭയുടെ കോളേജ് ഇപ്പൊ സഭയുടെ അല്ല. സഭയ്ക്ക് കോളേജ് ഇല്ല, ഒരു 5-6 ചെയർ ഉണ്ടതാ. ടി കുരുളാഞ്ചേട്ടൻ ഒരിക്കൽ പത്രത്തിൽ പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ ഇതിന്റെ കഥകളാ. അതിനെ കുറിച്ചൊന്നും ആർക്കും ഒരു വിഷമമില്ല. ഇപ്പൊ കോതമംഗലം വിശുദ്ധ മർത്തോമാ ചെറിയ പള്ളി ഈ സഭാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ MS എൽദോസ് ട്രസ്റ്റ് ഉണ്ടാക്കി കട്ടുകൊണ്ട് പോയിരിക്കുന്നു. എങ്ങനെയുണ്ട് കഥ? അത്രയ്ക്ക് അലോപികൾക്ക് അതിൻ്റെ അകത്ത് കയ്യില്ലേ? അവന്റെ ഭരണഘടന വായിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. സമാന ട്രസ്റ്റിലേക്ക് ലയിപ്പിക്കും എന്നാ അതിൽ പറഞ്ഞിരിക്കുന്ന MS എൽദോസ്. എവിടെയാ സമാന ട്രസ്റ്റ്? പുത്തൻകുരിശ് പാത്രിക സെന്റർ തന്നെയാ. ഇതൊക്കെ എല്ലാവരെയും ഒന്ന് മുള്ളി കുടിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് സാബു ജേക്കബ് എന്തെങ്കിലും ചെയ്യട്ടെ. ഇനി ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മെമ്പറാന്ന് പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മറ നീക്കിയല്ലേ സംസാരിച്ചത്? ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നോ എനിക്ക് കരച്ചിൽ വന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാ, ഇവിടെ പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന പരിപാടി കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നോ, പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന പ്രസംഗം ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് പ്രസംഗിക്കുന്ന ഭാവം മുകളിലേക്ക് നോക്കിയാൽ മതി. എന്താ അവിടെ പുത്തൻകുരിശ് ലോബികൾ അത് നടപ്പാക്കാതെ പോയത്? 12 ലക്ഷത്തോളം യാക്കോബായക്കാരുടെ ഹിതപരിശോധന നടത്തിയില്ലേ ഇവിടെ? എന്തിനാ അയാൾ അത് നടത്തിയത്? ചുമ്മാ രസിക്കാൻ നടത്തിയതാ. 1 ലക്ഷത്തോളം ഓർത്തഡോക്സുകാരന്റെ ഹിതപരിശോധന നടത്തിയില്ലേ? എന്തിനാ അത് നടത്തിയത്? എന്തിനാ നടത്തിയതാ? ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ടാണോ? അല്ലെന്നേ, ഇതൊന്നും അല്ല. കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാ. ആവശ്യക്കാരൻ വേണം. ആവശ്യക്കാരന് ഔചിത്യ ബോധത്തോടു കൂടി തന്നെ അത് വേണം. അല്ലാണ്ട് ചുമ്മാ 2 പഞ്ചായത്തും രാവിലെ വെച്ച് ഞങ്ങൾ പറയുമ്പോൾ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂല കൂട്ടരെ. അത് തുറന്നു പറയും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മനോവിഷമം അതല്ല. ചിലർക്ക് ഒന്നുമില്ലെങ്കിലും സാബു എങ്ങാനും ഇതിന്റെ പേരിൽ എല്ലാവരും അറിയപ്പെടുന്ന നൂറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ തുറന്നു പോയി കഴിഞ്ഞാൽ സാബുവിന് അതിന്റെ ക്രെഡിറ്റ് എങ്ങാനും കിട്ടിയെങ്കിലോ എന്നോർത്ത് ഇവിടെയുള്ളവരാരും ഒരുപാട് ചങ്ക് തിരുമ്പണ്ട. അത് അസിന്ധിക്തമായിട്ട് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശ്രീമാൻ സാബു ജേക്കബിന്റെ രാഷ്ട്രീയം ഒന്നും എനിക്കില്ല. സാബു ജേക്കബ് ഒരു പാത്രികീസ് വിശ്വാസിയാണെന്നുള്ളവരെ എനിക്കറിയാം. അവന്റെ അപ്പനും ഒരു പാത്രികീസ് വിശ്വാസിയാണ്, ശ്രീമാൻ ജേക്കബ് എന്ന് പറഞ്ഞ ആള് മരിച്ചുപോയി. അത് വിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നട്ടലുള്ള ആണുങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇടപെട്ടാൽ ചിലപ്പോൾ മുഖ്യമന്ത്രി ചിലപ്പോൾ ക്ഷമിക്കണം, പ്രധാനമന്ത്രി ചിലപ്പോൾ ഇടപെട്ടുന്നിരിക്കും. ഇവിടെ മുഖ്യമന്ത്രി തരാന്ന് പറഞ്ഞിട്ട് മേടിക്കാതെ പോയിരിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ അതിന് അയാൾ വേദി ഉണ്ടാക്കി. പാത്രികീസ് ബാബനെ വിളിച്ച ചിലപ്പോൾ അയാൾ വരും, വേദി ഉണ്ടാക്കി, അങ്ങനെ സംസാരിച്ചു കാണും. ഇനി ഗുണം കിട്ടിയില്ല എങ്കിൽ ഗുണം കിട്ടിയില്ല എന്ന് വിചാരിക്കട്ടെ, ആരും കൊട്ടിഘോഷിക്കാനും ആരും തുള്ളാനും ചാടാനും ഒന്നും ഇല്ലടാവേ. ഒരു ചർച്ച വെച്ചു, അതിനെന്താ കുഴപ്പം? അപ്പോഴേക്കും ഇവിടെ ഒന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കുലുക്കരുത്. അത് അത്ര നല്ല രീതിയല്ല. പലരുടെ ഉള്ളിന്റെ ഉള്ളിൽ കുശുമ്പ, അങ്ങനെ ഒരു വാക്കുണ്ട്. അവനെങ്ങാനും വലിയ പുള്ളിയായി പോയാലോ, എനിക്കൊന്നും പറ്റിയില്ലോ, ഈ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവന്മാർ ചിന്തിക്കണം. ഞാൻ വിചാരിച്ച നടക്കൂലല്ലോ കൂട്ടുകാരാ എന്ന് വിചാരിക്കണമേ. എല്ലാ തലങ്ങളിലും ഈ കുഴപ്പമുണ്ട്. ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുഴപ്പക്കാരനാ, അവനില്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടാവൂല. പലരും മിടുക്കനായിട്ട് മിണ്ടാതെ കണ്ണടച്ച് ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊരു നല്ല വാക്കുണ്ട്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ അതൊന്നും ഒരു ആണുങ്ങൾക്ക് ചേർന്നല്ലാന്നേ. ചുമ്മാ ആണും പെണ്ണും കെട്ട ആൾക്കാർ അങ്ങനെ പലതും കാണിക്കും. സാബു ചിലപ്പോൾ ആണത്വമായിട്ട് ചെയ്തു, അവനത് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, അവനത് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ മെസ്സേജ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. തമ്പുരാൻ നമുക്ക്, അതായത് നമ്മുടെ കർത്താവ് നമുക്ക് സമ്പത്ത് തരുമ്പോൾ അത് വേണ്ടവണ്ണം വിനിയോഗിക്കണം. പൊതുകാര്യത്തിലായിരുന്നാലും മറ്റെന്ത് കാര്യത്തിലായിരുന്നെങ്കിലും അത് വേണ്ട രീതിയിൽ
വിനിയോഗിക്കണം. അല്ലാതെ ചുമ്മാ വെറുതെ കുശുമ്പായിട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. അയാൾ ചിലപ്പോൾ മിടുക്കനാണ്, അയാൾക്ക് സമ്പത്തുണ്ടായിരിക്കും, സാബു ജേക്കബിന് സമ്പത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാബു ജേക്കബിന് അത് പറയാനുള്ള വിവരം ഉണ്ടായിരിക്കും. അയാൾക്ക് അങ്ങേര് പാത്രികീസ് ബാബേനെ വിളിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞ് വിളിപ്പിച്ചു കാണും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള വേദി അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ചെയ്തു കാണും. അതിനെന്താന്നേ കുഴപ്പം? ദോഷം വന്നു. വേറെ ഒന്നും ഇവിടെ നടക്കാൻ പോടില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും പ്രശ്നത്തിന്റെ നടുവിലല്ലേ നിൽക്കണത്. സാബു സംസാരിച്ചതിന്റെ പേരിൽ മറ്റൊരു വലിയ വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാനും പോണില്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവിടെ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെ നിൽക്കുകയാണ് മുകളിൽ. നമുക്ക് അങ്ങനെ തന്നെ പറയാം. ആ പറഞ്ഞ വ്യക്തികളെ പോലെ തന്നെ നമുക്കും പറയാന്നേ. പിന്നെ എന്നാ അതിനപ്പുറം വല്ലതും ഉണ്ടോ? അപ്പൊ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഈ യാക്കോബായക്കാരിൽ തന്നെ പലർക്കും പല രണ്ട് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഒന്ന്, പുത്തൻകുരിശ് ലോബികൾക്ക് ഇത് ഇങ്ങനെ തന്നെ പോയാൽ പല ലാഭങ്ങളും ഉണ്ട്, വിഷയം തീരാൻ പാടില്ല. അത് ഓർത്തഡോക്സുകാരിലും ഉണ്ട്. അപ്പൊ വിഷയം തീരാനായിട്ട് എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയാണ് വേണ്ടത്. എല്ലാവർക്കും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് അനുഭവ സമ്പത്താട്ടോ. എനിക്ക് എൻ്റെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയപള്ളി ഇടവക്കാരനാണ്. പുത്തൻകുരിശ് ലോബികൾ അവിടെ കിടന്ന് പല കളികളും കുത്തിത്തിരിപ്പും കളികളൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അതൊക്കെ നേരിട്ട് കാണുകയും പള്ളിയുടെ കേസ് വേണ്ടവണ്ണം നടത്താതെ കാതോലിക്ക കക്ഷിക്ക് അനുകൂലമായിട്ട് ആ പള്ളിയുടെ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ഈ അടുത്ത കാലം വരെ നടത്തിയിരിക്കുന്നത് ഒക്കെ എല്ലാവരും ചുമ്മാ ഒന്ന് അന്വേഷിക്കണം, നല്ലതാണ്. അപ്പൊ അനുഭവ സമ്പത്തുണ്ട്. ഞങ്ങളൊക്കെ കയറി ബലമായിട്ട് പിടിച്ചതുകൊണ്ടാണ് പള്ളി ഇപ്പോഴും യാക്കോബായക്കാരൻ്റെ കയ്യിലിരിക്കണം. അല്ലെങ്കിൽ പണ്ടേ പൊക്കോണ്ടോനെ. ഇത്രയൊക്കെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ മെസ്സേജ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കുര്യാക്കോസ് മണ്ണാപുറമെ, കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയപള്ളി ഇടവക്കാരൻ. ഓക്കെ.